അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ എൻ്റെ ഈദ് മുബാറക്ക് കേട്ടോ. അങ്ങനെ ഇതാ പെരുന്നാൾ തലേന്ന് ഞാൻ കേക്ക് മൈലാഞ്ചി വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉമ്മയാണ് വെച്ചെടുത്ത്, പക്ഷേ ഇപ്രാവശ്യം ഞാനാണ് വെക്കുന്നത്. അപ്പോൾ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തു നിന്നുണ്ട് ഉമ്മ മസാല ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയാണ് കേട്ടോ. ഉമ്മൽ തലേന്ന് തന്നെ മസാല റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി തക്കാളി അങ്ങനെ ഇതാക്കിയാണ് വഴറ്റുന്നതാണ്. പിന്നെ പായസം വേണ്ടിയിട്ടുള്ള അരിയും വേവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ രാവിലെ പിറ്റേന്നായിട്ടുണ്ട്. ഉമ്മ ചെറിയ ഡിസൈൻ വെച്ച് ഞാൻ പറത്തി വെച്ചതാണ്. ഇതാ എൻ്റെത് ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഓറഞ്ച് കളറാണ്, കുറച്ച് ഡാർക്കായി. അപ്പോൾ ഇതാ പോയിട്ട് സുബഹിൽ നിസ്കരിച്ചിട്ടുണ്ട്. അതിനുശേഷം ചായയും പിന്നെ മുട്ടയാണ് ഉണ്ടായത്. പെരുന്നാൾക്കൊപ്പം ഇവിടെ ചായയും ഒരു മുട്ടയാണ് ഉണ്ടാവില്ല, എനിക്ക് പഴം പൊഴിഞ്ഞത് അങ്ങനെ എന്തെങ്കിലുമാണ് ഇട്ടുണ്ടാവൽ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഉമ്മ അപ്പക്ക് ന്യൂഡിൽസിന് വേണ്ടിയിട്ടില്ല മസാല റെഡിയാക്കിയാണ്. അങ്ങനെ അതിലും റെഡിയാക്കുന്നുണ്ട്. പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനെല്ലാം പൊരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ജസ്റ്റ് ഉമ്മ ഇങ്ങനെ മസാല റെഡിയാക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ചിക്കനെല്ലാം ഇങ്ങനെ നല്ലോണം പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇടയ്ക്കങ്ങനെ എടുക്കാനെല്ലാം നോക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഇന്നെന്താണ് പെരുന്നാൾക്ക് വേണ്ടി എന്താ ഫുഡ് ഉണ്ടായി നോക്കാം കേട്ടോ. ബിരിയാണി ഉണ്ടായിന്, ന്യൂഡിൽസ് ഉണ്ടായിന്, പിന്നെ ചിക്കൻ പൊരിച്ച് ഉണ്ടായി. അത് ബിരിയാണിക്കോത്ത് എടുത്താണ്. പിന്നെ ചില്ലി ഉണ്ടായിന്, തൈര് അച്ചാർ അങ്ങനെ ഉണ്ടായത് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഫുഡ് അതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബെല്ലാം ചെയ്യണേ, ലൈക്കും ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.